നമസ്കാരം. LDF വരും, എല്ലാം ശരിയാകും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു വാചകമാണ് ഇത്. കാരണം വെറും 4 വാക്കിലൂടെ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊരു പ്രതീക്ഷയെ നൽകുന്ന ഒരു വാചകമായിരുന്നു ഇത്. എന്നാൽ ഈ പറഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ന് കേരളത്തെ കുളം തോണ്ടുന്ന സാഹചര്യമാണ് നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാവലിൻ കേസ്, കരുവന്നൂർ കേസ്, മാസപ്പടി, മസാല ബോണ്ട് കേസ്, നവകേരള സദസ്സ്, ഇത് മാത്രമൊന്നുമല്ല, പിണറായി സർക്കാരിന്റെ ദൂർത്തിന് ഇനിയുമുണ്ട് ഏറെ ഉദാഹരണങ്ങൾ. ആ കൂട്ടത്തിൽ പ്രധാനമായ ഒന്നാണ് കേരളത്തിൽ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന കർഷക മരണങ്ങൾ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 25 കർഷകരും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതുവരെ 17 കർഷകരും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കേരളം എത്രത്തോളം അധപ്പതിച്ച ഭരണത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. പലപ്പോഴും കൃഷിക്ക് വേണ്ട പിന്തുണ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കാത്തതും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മുടങ്ങുന്നതുമെല്ലാമാണ് യഥാർത്ഥത്തിൽ ഈ ആത്മഹത്യക്കൊക്കെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം. ഇത്ര വലിയ പോരായ്മ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വാക്കോ ഒരു നടപടിയോ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ പേരിൽ ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടുമില്ല. ഇതിപ്പോൾ നിയമസഭയിൽ കർഷക ആത്മഹത്യകളെ സംബന്ധിച്ച് സിദ്ദിഖിന്റെ ചോദ്യത്തിന് മറുപടി നൽകണം എന്ന നിർബന്ധത്തിന്റെ പേരിൽ മാത്രം വന്നിരിക്കുന്ന കണക്കുകളാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 25 കർഷകർ, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതുവരെ 17 കർഷകർ. ഇങ്ങനെ ആത്മഹത്യയുടെ എണ്ണം പുറത്തു വന്നിരിക്കുന്നു. കർഷക ആത്മഹത്യയെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കർഷകന്റെ ആശ്രിതർക്ക് ധനസഹായവും കടഭീഷണിയുള്ള വിഷയങ്ങളിൽ ഉദാരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശങ്ങളും നൽകാറുണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. അപ്പോഴും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരു കർഷകനെ കുറിച്ച് ഇവിടെ പറയാം. അതായത് കർഷകൻ പ്രസാദ്. അദ്ദേഹം മരിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായിരിക്കുന്ന ബാധ്യതകളെല്ലാം തീർത്തത് ഒരു വിദേശിയായിരുന്നു. കാരണം സർക്കാർ ഇടപെടുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ ബാങ്കിന് നൽകാനുള്ള തുക സ്വമേധയാ നൽകിയാണ് ആ പ്രശ്നം പരിഹരിച്ചത്. അപ്പോഴും സർക്കാർ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല. ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബത്തിന് 44 ലക്ഷം രൂപ സാമ്പത്തിക സഹായമായി റവന്യൂ വകുപ്പിൽ നിന്ന് അനുവദിച്ച് നൽകുന്നുണ്ട് എന്നാണ് മന്ത്രിയുടെ അവകാശവാദം. ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ നൽകിയത് 44 ലക്ഷമാണ് എന്നത് ഇവിടെ അടിവരയിടുന്നു. അതേ തുക തന്നെയാണ് ആത്മഹത്യ ചെയ്ത കർഷകന്റെ കുടുംബങ്ങൾക്ക് നൽകിയതും. കർഷകരോടുള്ള സർക്കാരിന്റെ നിലപാട് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടൻ ജയസൂര്യ തിരുവോണ ദിവസം പട്ടിണി കിടക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ട് വളരുന്ന മക്കളാണ് കേരളത്തിലെ കർഷക കുടുംബത്തിൽ ഉള്ളതെന്നൊരു പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശം യാഥാർത്ഥ്യമെന്ന് തെളിയിക്കുന്നതാണ് ഈ റിപ്പോർട്ടുകളെല്ലാം. കൃഷിയിറക്കി വിളവെടുത്താലെങ്കിലും സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള തുക കിട്ടും എന്ന പ്രതീക്ഷയിൽ കഴിയുന്ന കർഷകർക്കെല്ലാം അവസാനം നിരാശ മാത്രമാണ് ഫലം. പിന്നെ കടം കയറി ജീവിതം തന്നെ കുട്ടിച്ചോറാകുന്ന അവസ്ഥ. അവസാനം ഈ കർഷകർ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനമെടുക്കും. അപ്പോഴും മൗനം തുടരുന്ന സർക്കാരിന്റെ നിലപാടാണ് ഇവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഇതായിരുന്നു നിങ്ങൾ അന്ന് പറഞ്ഞ LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ ആ വാക്ക് എന്നതാണ് ചോദ്യം.